ചിക്കൻ മാലിന്യങ്ങൾ കടകളിൽ നിന്നും കൃത്യമായി ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് സുരേഷ് ബാബു എളയാവൂർ. കണ്ണൂർ കോർപ്പറേഷൻ പരിസരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിക്കൻ മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും വ്യക്തി താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വേണ്ടി കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യമെടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർപ്പറേഷനെയോ ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെയാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തിയതെന്നും സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു. സൂചിപ്പിച്ചതുപോലെ ഈ മാങ്ങയുള്ള മാവിനെ ആൾ കല്ലെറിയും. അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ എന്തും വിമർശനങ്ങൾ ഇന്ന് എനിക്ക് 1-2 വാട്സപ്പ് സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എത്രയോ കാലമായി സമൂഹത്തിൽ നിൽക്കുന്ന ആളാണ്, ഒരുപാട് ആളുകളെ കാണുന്ന ആളാണ്. അതുകൊണ്ട് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചെറുതല്ലാത്ത പ്രയാസങ്ങൾ അതെല്ലാം ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്കും അറിയാം, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. യോഗം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംഘടനയ്ക്ക് കീഴിൽ റെൻഡറിംഗ് പ്ലാൻ തുടങ്ങുവാൻ 51-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ചിക്കൻ വ്യാപാരി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KV സലിം അധ്യക്ഷത വഹിച്ചു. KV ഷാഹുൽ, ഖാലിദ് കക്കാട്, മുഹമ്മദ് മയിൽ, നാസർ കമ്പിൽ, റിയാസ് കമ്പിൽ, നസീർ അത്താഴക്കുന്ന്, സലിം കൊല്ലർത്തിക്കൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി യാസിർ സ്വാഗതവും റിയാസ് മയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.